അസ്സലാമലൈക്കും ഗൈസ്. അപ്പൊ ട്രാവൽ ബോർഡ് പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. വേറൊന്നല്ല, നോമ്പാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ പുതിയ റോഡ് ജംഗ്ഷൻ എല്ലാം ഉള്ളത്. പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ എന്താണ് ഷാനു പറടാ? നമ്മളെ ഒരു കൂട്ടുകാരൻ നിൽക്കുന്ന കൂട്ടുകാരൻ ഒരു ആഗ്രഹം പറഞ്ഞു, നോമ്പിന് രാത്രി കറങ്ങാൻ പോണോ, അങ്ങോട്ട് സഫലീകരിച്ചു കൊടുക്കണേ, വണ്ടി എടുക്കണ്ട്. അപ്പൊ സംഭവം കേട്ടില്ലേ? അപ്പൊ സംഭവം ഇന്ന് ശനിയാഴ്ച നോമ്പ് 5 6 കടക്കാൻ വേണ്ടി പോണേണ്. എന്തായാലും സാധാരണ ശനിയാഴ്ച നമുക്ക് അത്തായത്തിന് എന്തായാലും എണീക്കണം, നല്ല ചെറുതായിട്ടൊന്ന് കറങ്ങടിച്ച് വരാന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. അപ്പൊ നമ്മളിപ്പോ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസാർ ട്രാവൽ ബുനാസി, ഷാനുബിൻ അക്ബർ, തൗസീഫ് ട്രാവൽ വിത്ത് ഫുഡ്, സർവർ, പിന്നെ റാസിഖ് വണ്ടി ഓണർ, പിന്നെ ഇനി രണ്ടുപേരും കൂടി വരാനുണ്ട്. അവരുടെ അടുത്തോട്ട് നമ്മൾ പോണേണ്. ഷാനും പിന്നെ ബെൻഷാദും. അവരെ പോയി ചെയ്യണം. അവരെ എല്ലാരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഷാനുനെ ബെൻഷാനെ പോയി വിളിക്കാം. പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല, വണ്ടി കയറി നേരെ എങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചേക്കുന്നത്. ഷാനു പിന്നെ ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, നേരെ കോയമ്പത്തൂർ വഴി പൊള്ളാച്ചി പോയിട്ട് നേരെ ഷോളയാർ ഇറങ്ങി വരാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ വാ വിട്ടോ. വെയിറ്റ് ചെയ്ത ഒരു കഥാപാത്രം ഷാനു. ഇനി ബെൻഷാനെ കാണണം. അടുത്ത കയറാനുള്ള ആളാണ് നിൽക്കുന്നത് ബെൻഷായെ. രണ്ടു വാക്ക് ടൂറിനെ പറ്റി. സർദാർ അവിടെ നിൽക്കുക. അപ്പൊ എവിടെ പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. എല്ലാരും വണ്ടിയിൽ കയറിയതേ, എല്ലാരും വണ്ടിയിൽ കയറിയിട്ടാ. പക്ഷെ എവിടെ പോണെന്ന് ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യണുള്ളൂ. ഷാനു കുറാമലും വെക്കണ ചേട്ടാ, ഒന്നും നോക്കണ്ട, ഉള്ളടിച്ചോ. ഒന്നും നോക്കണ്ട, 150 രൂപ കടിച്ചു. എത്ര ആശനാണ്? 150 രൂപ കടിച്ചു. 150 അല്ലാട്ടാ, 1050 രൂപ കടിക്കും. 450 അല്ലേ? കേറട്ടെ. ശരി, നോമ്പായതുകൊണ്ടേ എല്ലാവർക്കും സിയാറത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഷാനു സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 4000 രൂപ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 450 രൂപ കട്ടിച്ചുണ്ട് കേട്ടാ, ഫുള്ള് സെറ്റ്. അപ്പൊ ഫിക്സ് ചെയ്താണ് സ്ഥലമാക്കിയതാ. ഷോളയാറിനെ സെറ്റ് ആക്കിട്ടാ. അതായത് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ വഴി പൊള്ളാച്ചി നേരെ ഷോളയാർ ഇറങ്ങി രാവിലെ ഇങ്ങോട്ട് വരും. ചാൻസ് ഉണ്ട്, നോക്കാം. എന്തായാലും എവിടെയും പോയിട്ടില്ല കേട്ടാ. എടപ്പള്ളി ക്ലബ്ബ് ജംഗ്ഷനില് ഖാജ മക്കാനില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്. ഫുഡ് കഴിച്ചിട്ട് ആവാം യാത്ര എന്ന് വിചാരിച്ച്. കാരണം മിക്കവരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിനകത്തോട്ട് 2 ടീം അതിനൊക്കെ വീട്ടിൽ നിന്ന് മണം അടിച്ചിട്ട് വന്നാണ്. എന്നിട്ടിപ്പോ പിന്നെ ഓർഡർ ചെയ്യണം നെയ്ച്ചോറ് ചിക്കൻ ഫ്രൈ. ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അത്തായം ഇവിടുന്ന് ആകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അത്തായം കഴിച്ചിട്ട് വേണം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഷാനുവിന് എന്താ പറയാനുള്ളത്? അയ്യോ മാനിയ, അയ്യോ മാനിയ. നല്ല ഫുഡാന്ന് പറഞ്ഞോണ്ട് വന്നേക്കണാണ്. നോക്കാം അവസ്ഥ എന്താ നോക്കട്ടെ. കടനെ പറ്റി പറഞ്ഞേ. നിങ്ങൾ എന്താ ഓർഡർ ചെയ്തേക്കണം? ഓ ഫ്രഷ് 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 ഫ്രഷ്. നമുക്ക് ബാക്കി കഴിച്ചാൽ നോക്കാം. ഫുഡ് വന്നിട്ടാ, നെയ്ച്ചോറാണ് ഓർഡർ ചെയ്തേക്കണത്. ഫുഡ് വന്നിട്ടുണ്ട്. എല്ലാരെയും ഒരേ പിടി. സാറ് ഇറാ അതെ കന്നടല്ല ഇങ്ങോട്ട്. നീ എന്താ പറയണ്ടായിരുന്നല്ലോ നേരത്തെ? 2 പേര്. കറി വരാനുണ്ട്. ഇഷ്ടപ്പെട്ട നെയ്ച്ചോറ് കച്ചപ്പുറ ഇഷ്ടപ്പെട്ട. ചിക്കൻ കറിയും വന്നിട്ടുണ്ട്. സെറ്റാണ്ടാ. അവിടെ ചിക്കൻ കറി അവിടെ കഴിക്കൽ തുടങ്ങി. വെയിറ്റ് ചെയ്ത സാധനം വന്ന് ചിക്കൻ ഫ്രൈ വരാനുണ്ടായിരുന്നു. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഒക്കെ വന്നിട്ടുണ്ട്. റൈസ് ഇവിടെ അൺലിമിറ്റഡ് ആണ് കേട്ടോ. എല്ലാവരും വെച്ചളക്കുന്നുണ്ട്.
ഇവിടുത്തെ കോംബോ സ്പെഷ്യലൊക്കെ ഇങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇവിടുത്തെ തന്നെ റേറ്റ്. നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചത്. എടപ്പള്ളി ടോളി നേരെ പൂക്കാട്ടോടിക്ക് വന്ന അവിടെ തന്നെ ഉണ്ടത് ഹാജ മക്കാനി. ഫുഡൊക്കെ കഴിച്ചതിന് നമ്മ നേരെ വണ്ടി കയറി. പല മിക്സ്ഡ് ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അതായത് നേരെ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് ഷോളയാറ് കയറിയിട്ട് ഗേറ്റ് തുറക്കുമ്പോൾ നേരെ അല്ല ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ അതിലേ പോകണോ അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി ഇറങ്ങി പോകണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കണാണ്. എന്തായാലും വണ്ടി കയറിയിട്ട് നോക്കാം. അപ്പൊ സൗദി അറേബ്യന്ന് ട്രാവൽ പോയി അൻസീർ വന്നപ്പോ പള്ളി പോക്കും കാര്യങ്ങളും സിനിമ തിയേറ്ററിൽ പോകില്ല. നോമ്പാണ്. സമയം 4 മണിയായിട്ടാ. തായം വെക്കാൻ വേണ്ടിയിട്ട് ഇതേ വടക്കാഞ്ചേരിയിൽ ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മതേ ചായക്കട ഉണ്ടപ്പോ നിർത്തിയതാണ്. നൈസായിട്ട് ചായയും കുടിച്ച് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിളും കഴിച്ചിട്ട് അത്തായം വെച്ച് നീയത്തും വെച്ച് നേരെ നോമ്പിലോട്ട് കടക്കണുണ്ട്. നേരെ ഈ റോഡ് നേരെ ഒറ്റപ്പോക്ക് നേരെ പൊള്ളാച്ചിയിലോട്ട്. കട്ടൻ ചായയും ആപ്പിളും നല്ല കോമ്പിനേഷൻ. തായോന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷേ എല്ലായിടത്തും കഴിക്കടാ. അങ്ങനെ ഗായ്സ് നമ്മളിവിടുന്ന് അത്താഴം കഴിച്ച് അൻസീറ അവിടെ ബാത്റൂമിൽ പോയിട്ടുണ്ട്. അത്താഴം കഴിച്ചതിന് നമ്മൾ അതേ പോകാൻ പോണാണ്. ഇനി വണ്ടി സർവറുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കും എന്നാണ് സർവർ പറഞ്ഞിട്ടുള്ളത്. ഈ കടയിൽ നിന്നാണ് നമ്മൾ അത്താഴം കഴിച്ചത്. വെറൈറ്റി അത്താഴങ്ങളായിരുന്നു. ആപ്പിളും പിന്നെ കുറെ മധുര പലഹാരങ്ങളും ചായയുമായിരുന്നു. ഷാനൂടെ ബാത്റൂം കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോയ പോലെ അങ്ങനെ തന്നെ അതെ അതുപോലെ ഇരിക്കുന്നുണ്ട്. ട്രാവൽ വിത്ത് ഫുഡ് തൗസീഫ് ഖാൻ ബെൻഷാദ് UI. പക്ഷേ തറവാട്ട് പേര് തറയിൽ നിന്നാണ്. ഇനി സുബേസ്കാരത്തിന് നല്ല പള്ളി കണ്ടിട്ട് അവിടെ നിന്ന് മര്യാദ മൂത്രയിക്കണമെന്നാണ് റാസിക്ക് പറയുന്നത്. പിന്നെ സർവർ എന്തെങ്കിലും പറയണ്ട. എനിക്ക് എന്താ പറയാനുള്ളത്? ചെറിയൊരു യാത്ര നല്ല ചൂടുള്ളതല്ലാണ്, കൈ വെക്കണ്ട. നീ ഇത് പറ. കൂട്ടുകാരെ നമ്മൾ നോമ്പുടിച്ചിരിക്കണ കൂട്ടുകാരന്മാരെ വിളിച്ചിരിക്കണം. പിന്നെ പിന്നെ പോവാണ്ടിരുന്ന എന്ത് ചെയ്യും? ബെൻഷാദ് ഷാനോ എങ്ങനെ അത്തായം ഉണ്ടായിരുന്നു? നീ ഭയങ്കര കാസർഗോഡ് അല്ല പോലെ അല്ലടാ. ഷിബാസിനെ പോലെ അല്ലേ? കാസർഗോഡ് മൊഞ്ചനായിട്ടുണ്ട് ഷാനു. അപ്പൊ ഗൈസ് നമ്മൾ പോണാണ് ഗൈസ്. ബാത്റൂം ബ്ലോഗ് എങ്ങനെയുണ്ടായിരുന്നു? ബാത്റൂം പിന്നെ ബാത്റൂമിൽ പിന്നെ മറ്റേ അത്തര മണക്കോ വേറെ വല്ല സ്പെസിഫിക്കേഷൻ പറയൂ. പറയടാ, ലാഗ് അടിപ്പിക്കില്ലേ? പന്നിയോട് കയ്യോട് പക്ഷേ ബാത്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ആ ബാത്റൂം കൂടെ ഒന്ന് കാണിക്കായിരുന്നല്ലേ? വേണ്ട. അങ്ങനെ സമയം 6:30 മണിയായി. നമ്മൾ പൊള്ളാച്ചി നേരെ ഷോളയാറ് വാൽപ്പാറ റൂട്ടോട്ട് പിടിച്ചേക്കണാണ്. ഡ്രൈവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സർവറായി റാസിക്ക് ഇപ്പുറത്ത് ഓരോരുത്തരുടെ അവസ്ഥ ഉണ്ടാ. ബേക്കിലുള്ളവരൊക്കെ ചീനിട്ടാ. ചീന നിറപ്പ് തലയിരുന്നല്ല. പിന്നെയൊക്കെ വല്ല വീട്ടിൽ കിടത്തി ഉറക്കിയാൽ മതിയാകും. പുറത്തനോണ്ടി പറഞ്ഞത്. ആലിയാർ ഡാം എത്തിയിട്ടുണ്ട്. ഡാം ഓപ്പൺ എല്ലാം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചോദിക്കുന്നില്ല. നേരെ ആൾപ്പാറ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുൾ പവർ ആണ്ടാ. ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഫുൾ പവർ ആണ് അഭിനയിക്കുന്നത്. അഭിനയിച്ചോ? ആനമല ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ
അവിടെ ഷാന് പാസ് എടുക്കാൻ വേണ്ടി പോയിക്കണം. ഒരാൾക്ക് 30 രൂപ കൊടുക്കണം പാസ്. വണ്ടിക്ക് 50 രൂപയുണ്ട്. വണ്ടി നമ്മളെ ജസ്റ്റ് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഷാന് പാസ് എടുത്തിട്ട് പറ്റും. ആനമല ടേക്കർ റിസർവിലോട്ട് സ്വാഗതം. ട്രക്കിങ്ങിന് പോയേക്കണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വെള്ളക്കാര് വണ്ടർഫുൾ സൺറൈസ്. നല്ലൊരു സൺറൈസ് നമുക്ക് കണ്ടിരിക്കുകയാണ്. കുറെ പേരുണ്ട്, നമ്മൾ മാത്രമല്ല കാണാൻ. ഇവിടെല്ലാം ബൈക്കർ ടീമുകളാണ്. അടിപൊളിയല്ലേ, രസമല്ലേ? ഒരു മേഘത്തിന്റെ സെൻട്രലായിട്ട് വന്നേക്കുന്ന അണ്ടടിച്ചു വേറെ മലയാണ്ടില്ല മൂടിക്കാൻ ഓടണ്ടിട്ട് അടിപൊളിയാണ്ടാക്കിട്ടില്ല സൺറൈസ്. നമുക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. നല്ല രസമാണ്. അറിയാത്ത പോലെ നിൽക്കാം. ഭാഗമായിട്ട് എല്ലാരും ഫുൾ പവറാണ്. ബാക്കിലേക്ക് നോക്കണ്ട, ബാക്കില് കിട്ടിക്കാച്ചി വ്യൂ ആണ്ടതേ. നേരെ വാൽപ്പാറ എർപ്പിന് കയറിക്കൊണ്ടിരിക്കണം. അടിയിലുള്ള കാഴ്ച കാണിച്ചാടാ രക്ഷയിലവർക്ക് കിട്ടില്ല വ്യൂ ആണ്. നോക്കിയാ ഇറക്കണ്ടേ ഏർപ്പിനാണ്ട് ഇപ്പൊ നമ്മൾ കയറി വന്ന്. ഇനി കയറിയതേ അമ്മയുള്ളൂ പോകണം. അവിടുന്ന് കുറച്ച് ബൈക്ക് ടീമുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയോട്ടൊന്ന് വെള്ളത്തിയ അടിപൊളി വ്യൂ അല്ലേ. കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ മേളിന്ന് അടിപൊളിയായിരുന്നു. വാ വാ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തിയതുണ്ട്. ഓക്കെ, നല്ല അടിപൊളി കോടാരണം. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് ടീമുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അവരും വലിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ബൈക്കർ ടീമുകൾ നമ്മളൊപ്പം തന്നെ ഉണ്ട്. അവന്മാരും ബൈക്കിലുണ്ട്. എന്താ കാഴ്ച അല്ലേ, എന്താ ഭംഗി. വ്യൂ പോയിന്റ് നേരെ വന്നപ്പോൾ അതൊക്കെ കിട്ടിലങ്കാച്ചൊരു സ്ഥലത്ത് നേരെ നിർത്തിയട്ടാ. പൂക്കളൊക്കെ കണ്ടില്ലേ, മറ്റേ ബൈക്കർ ടീമും അവിടെ നിർത്തിയിട്ടുണ്ട്. എന്ത് രസമാണ്. എന്തായാലും വന്നത് മുതലായി. നോമ്പാണെങ്കിലും അടിപൊളി കാഴ്ചകളൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. കണ്ണിൽ ഈ റോഡിലോട്ട് കയറിയപ്പോഴാണ് എല്ലാരും ഉഷാറായി. മറ്റേ ബൈപ്പാസിലൊക്കെ എല്ലാരും ഉറക്കമൊക്കെ തന്നെയായിരുന്നു. ഇതാന്നില്ലേ അടിപൊളിയല്ലേ. നീ തന്നെ ഉറങ്ങി, നീ കൂടുതൽ ടൈം ഓടിക്കണ്ട. ഇവിടുത്തെ 0.6 എടുത്തിട്ടില്ലേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തടിയുണ്ട്. കാര്യം തന്നെ നേരെടുക്കടാ. 8 മണിക്കെങ്ങാണ്ട് ഇവിടെ വന്നിട്ട് നേരത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സീൻ കാണിച്ചായിരുന്നില്ലേ, അപ്പൊ വന്നാണ്ടാ. ഓക്കെ, ഇപ്പോഴും പോയിട്ടില്ല. 10 മണിയായി. ഇവിടുന്ന് മറ്റേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ റീക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ വരും. നമ്മ നേരെ ഇനി ഷോളയാറിലോട്ട് പോകണം. അതിന്റെ കാഴ്ചകൾ കാണാം.
മക്കളെ അങ്ങനെ പോണ വഴിക്ക് ആനനെ കണ്ടിരിക്കുകയാണ്. ഒന്നല്ല രണ്ടെണ്ണം. അവിടെ കാട്ടിൻ്റെ ഉള്ളിൽ ഒരെണ്ണമുണ്ട്. അതിനെ കണ്ട് ഫോക്കസ് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ ഈ ആനനെ കണ്ടത്. എവിടെ പോയാ അതേ ചെളി വാരി പൊത്തിക്കൊണ്ടിരിക്കണം അതിന്റെ മേഖല. അതെ, നീ എന്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതാണ് പാൽപ്പാറൊക്കെ കഴിഞ്ഞ അങ്ങനെ അതെ മലക്കപ്പാറെത്തി. തമിഴ്നാട് കഴിഞ്ഞപ്പോൾ കാഴ്ചകൾ കാണിച്ചു തരാം. റോഡൊക്കെ നല്ല കിടുക്കാച്ചി റോഡ്. വണ്ടി ഇങ്ങനെ കുലുങ്ങിയാണ് പോണത്. ആണാ ആഹാ. അത്ര നേരം അവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും നല്ല റോഡൊക്കെ ആയിരുന്നു. കേരളത്തിലോട്ട് കയറിയപ്പോ തന്നെ കുലുക്കവും തുടങ്ങി. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. വായച്ചാലെത്താനായിട്ടാ എല്ലാരും ഉണ്ട്. എല്ലാരും നല്ല ഉറക്കുമായിരുന്നു. കാരണം നോമ്പും കൂടിയുള്ള അതിന്റെ ക്ഷീണമുണ്ട്. നോമ്പില്ലാത്ത ഒരുത്തനുണ്ട് ആസിക്ക്. പക്ഷെ അവനിക്ക് വയ്യാത്ത തന്നെ അവന് ഫുഡും കഴിച്ചിട്ടില്ല. എല്ലാരും ഭയങ്കര ശോകമാവസ്ഥയിലാണ്. സർബറൊക്കെ ക്ഷീണടങ്ങനെ അൻസാർ ഇന്നെങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാ മതി എന്നുള്ള ചിന്തപ്പാടായി. വന്ന ഊർജമൊക്കെ പോയി. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ല. വർക്കനാ വീടെത്തുക നോമ്പറക്കുക. സമയം ഉച്ചക്ക് 1:30 മണിയായിട്ടാ. 3-4 മണിക്കുള്ളിൽ വീടെത്താന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും നല്ല ഉറക്ക ക്ഷീണത്തിലായിരുന്നു. ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഡ്രൈവർ ചേഞ്ച് ചെയ്ത് ബെൻഷാദൊന്നപ്പോ എല്ലാരും ഭയങ്കര ഫോക്കസിലിരിക്കുന്നു. അപ്പൊ എല്ലാരും അവൻ നല്ല ഡ്രൈവർ ആയതുകൊണ്ട് അവന്റെ ഡ്രൈവിങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നല്ല അവന്റെ ഡ്രൈവിങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാരും ഉറക്കം ഇട്ടിട്ട് നൈസായിട്ട് കാഴ്ച കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. അതിരപ്പള്ളി എത്തിയപ്പോഴേ ജസ്റ്റ് വണ്ടി ഒന്നും ഇവിടെ ഒതുക്കി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിലോട്ടൊക്കെ വിളിക്കാണ്. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്. കാട്ടിൻ്റെ ഉള്ളിൽ റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴെങ്കിലും റേഞ്ച് ആവുമെന്ന് വിചാരിച്ച് റേഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടില്ല. കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നേരെ ഇനി വീട് പിടിക്കണം. മറ്റേ വാട്ടർഫോൾസിൻ്റെ വ്യൂ നമുക്ക് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ വ്യൂ ഒന്ന് കാണാം. വെള്ളം ഉണ്ടാകുന്നത് നോക്കട്ടെ. അസ്സലാമലൈക്കും. സിയാറത്തൊക്കെ കഴിഞ്ഞ എല്ലാരും എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സിയാറത്ത്? നല്ല രാത്രി പോയി കണ്ടല്ല. നോമ്പായാലും എല്ലാരും ഒന്ന് ടയർഡ് ആയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതെ കഴിഞ്ഞെത്തി. കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ എല്ലാരും വീട്ടിലോട്ട് പിരിയാണ്. അപ്പൊ ഈ ഒരു യാത്ര ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.